ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന DCC പ്രസിഡന്റ് PK ഫൈസൽ, സമരനായകനായി നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ അവർകൾ, പ്രിയപ്പെട്ട MK രാഘവൻ MP, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പേരെടുത്ത് പറയാൻ മാത്രം അവർ പ്രസക്തരാണ് എന്നെനിക്കറിയാമെങ്കിലും ഉപവാസം 24 മണിക്കൂർ എന്നുള്ളത് 25 മണിക്കൂറും കഴിഞ്ഞതുകൊണ്ട് ഇനിയും നമ്മുടെ MPയെ നമ്മൾ കഷ്ടത്തിലാക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ലത്തീനിൽ ഒരു ചൊല്ലുണ്ട്, വേനി വീതി വീച്ചി എന്ന്. വന്നു കണ്ടു കീഴടക്കി എന്നുള്ള പ്രസിദ്ധമായ പ്രയോഗം എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അർത്ഥപൂർണമാകുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം ഈ കേരളത്തിൻ്റെ വടക്കേയറ്റം സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് വന്നു. അദ്ദേഹത്തെ നമ്മൾ കണ്ടു. അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും ഹൃദയം എന്നേക്കുമായി കീഴടക്കി എന്നുള്ളതാണ് സത്യം. ഇനി കാസർഗോഡിന് ആരാണ് MP-യായി മത്സരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മേലാൽ ഒരു തർക്കം UDF ഉന്നയിക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ സ്വഭാവമായതുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കും എന്നെനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുക. ഈ MP ഇവിടുത്തെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു എന്നുള്ളത്, അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് സമ്പൂർണമായും മതേതരമാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തന്നെ നമ്മുടെ MP-യായി വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. എല്ലാ മതക്കാരെയും ഇതുപോലെ ഒരേ വേദിയിൽ ചേർത്തിരുത്തി തോളിൽ കൈയിട്ട് സംസാരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അന്തരീക്ഷം ഈ രാജ്യത്ത് നഷ്ടമാകാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ഉണ്ണിത്താൻ സാറിനെ പോലെയുള്ള ജനനായകര് ഇവിടെ സ്ഥിരമായി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കും. ഞാൻ ശ്രീ MK രാഘവൻ MP ആദ്യമായി എൻ്റെ അടുക്കൽ വരുന്നത് ശ്രീ ശശി തരൂരിൻ്റെ ഒപ്പമാണ്. അന്ന് ബിഷപ്പ് ഹൗസിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് കോൺഗ്രസിൻ്റെ ആളുകൾ പല കേന്ദ്രങ്ങളിൽ നിന്നും എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു രാഘവൻ സാറ് മുമ്പിൽ വയ്ക്കുന്നത് ശരിയായ രാഷ്ട്രീയമാണ്. കാരണം ബൈബിളിൽ ഒരു ചൊല്ലുണ്ട്, പടിഞ്ഞാറ് ആകാശം ചുവക്കുമ്പോൾ വേനൽ വരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ മഴ പെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിയാൻ കഴിയണം എന്ന് ക്രിസ്തു പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. കാലത്തിന്റെ അടയാളങ്ങളെ മുൻകൂട്ടി വായിച്ചെടുത്ത ക്രാന്ത ദർശനത്തെ അംഗീകരിക്കാതിരിക്കാൻ AICCക്ക് പോലും കഴിഞ്ഞില്ല എന്ന് സമീപകാല തീരുമാനങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അത് ഞാൻ വിചാരിക്കുന്നു കേരളത്തിന്റെ മതേതര സ്വഭാവത്തിനും അതുപോലെ കേരളത്തിന്റെ നന്മയ്ക്കും സഹായകമായ നിലപാടുകൾ ശ്രീ MK രാഘവൻ MP-യുടെ ഭാഗത്തു നിന്ന് ഇനിയും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ബൈബിളിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ക്രിസ്തു ആവർത്തിച്ച് പറയുന്നത്, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. എനിക്ക് അതിനോട് ചേർത്ത് പറയാനുള്ളത്, കേൾക്കാൻ ചെവി കുറവുള്ളവരും ഇതൊക്കെ കേൾക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ മണിപ്പൂർ കലാപത്തിന്റെ വിഷയം, ആ ഒരു വിഷയത്തെ നെഞ്ചിലേറ്റാന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങള്
അരക്ഷിതാവസ്ഥയിലല്ല എന്ന് നിരന്തരം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഇന്ത്യൻ പാർലമെന്റില് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണമുന്നണിയിലെ അല്ലാത്ത എല്ലാ കക്ഷികളും ഒരേ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ, അങ്ങനെ സംസാരിക്കാൻ ആളുകളുള്ളപ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന സുരക്ഷിതമാണ്. ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സുരക്ഷിതരാണ്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ മണിപ്പൂരില് ആദ്യമായി സന്ദർശനം നടത്തിയത്, അതുപോലെ തന്നെ അവസാനമായും സന്ദർശനം നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ആ നിശ്ചയദാർഢ്യത്തെ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ചുവട് വാസ്തവത്തിൽ ഇവിടുത്തെ ഭരണഘടനയുടെ മതേതര മൂല്യം സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകിയത്. അതിനാൽ നിങ്ങൾ എംപിമാര് ഇനി രാഹുൽജിയെ കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനവും കൃതജ്ഞതയും അദ്ദേഹത്തെ അറിയിക്കുക. ഇന്ന് G20 സമ്മേളനം നടക്കുകയാണ്. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് എന്നാണ് എൻ്റെ വിചാരം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജോ ബൈഡനെ ആശ്ലേഷിക്കുന്നത് നമുക്ക് അഭിമാനമാണ്. ഇമ്മാനുവൽ മക്രോണിനെ അദ്ദേഹം ആശ്ലേഷിക്കുന്നത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. ഋഷി സുനക്കിനെ അദ്ദേഹം ആശ്ലേഷിക്കുന്നത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ തലവൻ രാഷ്ട്ര നേതാക്കൾക്കിടയിൽ സൂര്യശോഭയോടെ തലയുയർത്തി നിൽക്കുന്നതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രി ആദരണീയനായ മോദിജിയോട് എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. അല്ലയോ മോദിജി, അങ്ങ് ജോ ബൈഡനെ ആശ്ലേഷിക്കുന്നതിനേക്കാളും ഞങ്ങൾ സന്തോഷിക്കുന്നത് ഈ മണിപ്പൂരിൽ മാനത്തിന് വില പറയപ്പെട്ട ആ സഹോദരിമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട്, മകളെ നിനക്ക് സംരക്ഷകനായി തുണയായി ഞാനുണ്ട് എന്ന് അങ്ങ് പറയുന്ന ആ ഒരു രംഗം കാണാൻ ഈ ഭാരതം കൊതിക്കുന്നുണ്ട്. എല്ലാ ഭാരതീയരെയും പോലെ ഞാനും കൊതിക്കുന്നുണ്ട് എന്ന് മാത്രം ഈ G20 സൂര്യപ്രഭയിൽ നിന്നുകൊണ്ട് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രധാനമന്ത്രിയല്ല, ഓരോ ഭാരതീയന്റെയും പ്രധാനമന്ത്രിയാണ് എന്ന് അങ്ങ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കേണ്ടതുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ മതേതര മൂല്യങ്ങളെ നമ്മൾ ഭരണഘടനാധിഷ്ഠിതമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ഹൃദയവിശാലതയും അവരുടെ പരമാർത്ഥമായ മതസഹിഷ്ണുതയുമാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണവും കരുത്തും എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയും ഓരോ മുസൽമാനും മനസ്സിലാക്കേണ്ട സത്യമാണ്. ആ ഒരു നന്മയിലേക്കാണ് ഇവിടെ ചില ഛിദ്രശക്തികൾ തീകോരിയെറിയാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ടത് എന്ന് തിരിച്ചറിയുക. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഈ രാജ്യത്തെ കോടാനുകൂടി വരുന്ന ഹൈന്ദവ സമൂഹം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ പരത്തുന്ന അന്ധകാരത്തിൽ അന്ധത ബാധിക്കാൻ പോരുന്ന അജ്ഞാനികളല്ല. അവര് സത്യത്തെ മനസ്സിലാക്കാൻ, പ്രകാശത്തിൽ സന്തോഷിക്കാൻ കഴിവുള്ളവര്. ഭാരതം എന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. ഭ എന്ന സംസ്കൃത ധാതുവിന്റെ അർത്ഥം പ്രകാശം എന്നാണ്. പ്രകാശത്തിൽ രതിയുള്ളവൻ, സന്തോഷിക്കുന്നവൻ, അതാണ് ഭാരതീയൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. പേര് മാറ്റിയത് കൊണ്ടായില്ല. ഈ പ്രകാശത്തിൽ സന്തോഷിക്കുക, നന്മയിൽ അഭിരമിക്കുന്ന ഒരു മനസ്സ് സ്വന്തമാക്കാത്തിടത്തോളം കാലം
പേരുമാറ്റങ്ങൾക്ക് അർത്ഥമില്ല എന്നുള്ള സത്യം കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകാശത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യരാണ് ഈ ഭാരതീയർ എന്നുള്ള തിരിച്ചറിവ് നമ്മൾ നഷ്ടപ്പെടുത്താത്തിടത്തോളം കാലം നാം ആരെയും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ പല രീതിയിലുള്ള നിലപാടുകളും നടപടിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ മതവിശ്വാസികളാണ് ഒരു മനസ്സോടെ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ആര് പറഞ്ഞാലും തമ്മിൽ കലഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാൻ പോരുന്ന ആർജവത്വവും ആത്മാർത്ഥതയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന്റെ ആശങ്കകൾ ചർച്ച ചെയ്തപ്പോൾ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും എല്ലാ മുസ്ലിം മതവിഭാഗത്തിന്റെയും നേതാക്കൾ പറഞ്ഞ വളരെ ക്രാന്തദർശനമുള്ള ഒരു നിലപാട്, അതിനെ നമിക്കാതെ തരമില്ല. അവർ പറഞ്ഞ സംയുക്ത പ്രസ്താവന ഇതാണ്: ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ചൂണ്ടയിൽ കൊത്താൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഈ രാജ്യത്തിന്റെ വിഷയമാണ് എന്ന രീതിയിൽ ചർച്ച ചെയ്യാൻ എല്ലാവരുമായിട്ടും നമ്മൾ കരങ്ങൾ കോർക്കണം എന്ന് പറഞ്ഞ പാണക്കാട് തങ്ങളുടെ ക്രാന്തദർശനത്തെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അദ്ദേഹത്തെയും അറിയിക്കുക. കാരണം അപ്രകാരമുള്ള ശരിയായ നിലപാടുകൾക്ക് മാത്രമേ ഈ അന്ധകാര യുഗത്തിൽ നേർരേഖ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പരമാർത്ഥമായ സത്യത്തെ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാനും ഈ രാജ്യത്ത് വർഗീയതയുടെ വിഷം ചീറ്റാനും ആരെല്ലാം പരിശ്രമിച്ചാലും നാം ഈ രാജ്യത്തെ പൗരന്മാര് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ നിലപാട് സ്വീകരിക്കുമ്പോൾ തീർച്ചയായും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ആ ഒരു വലിയ സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു വേദിയിൽ എല്ലാവരെയും ചേർത്തിരുത്തി ഈ ഭരണഘടനാ മൂല്യത്തെ കുറിച്ച് 24 മണിക്കൂർ നീണ്ട ഒരു ധ്യാന ചിന്തയ്ക്കുള്ള വേദിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MP ഇവിടെ ഒരുക്കിയത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഉണ്ണിത്താൻ സാറിന്റെ വലിയ മനസ്സിനെ, നന്മയെ, മതേതര മൂല്യങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ദർശനപരതയെ ഞങ്ങൾ ഹൃദയപൂർവ്വം നമിക്കുന്നു. ഈ കാസർഗോഡിന്റെ സപ്തഭാഷാ നഗരത്തിൽ മാത്രമല്ല, ഈ കാസർഗോഡ് ലോകസഭാ മണ്ഡലം മാത്രമല്ല, കേരളം മുഴുവനും ഈ നന്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ അതികായനാണ്. സിനിമയിൽ മുഖ്യമന്ത്രിയായിട്ടൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലേ ഉണ്ണിത്താൻ സാറ്? മുഖ്യമന്ത്രിയായിട്ട് ഒരിക്കലും അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിനിമയിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇല്ലേ? ഞാൻ സിനിമ കാണുന്നില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട്, പക്ഷേ ഉണ്ണിത്താൻ സാറിന്റെ ഒരു സിനിമ ക്ലിപ്പിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വളരെ കർക്കശമായ ഓർഡർ കൊടുക്കുന്നത് സിനിമയിൽ മാത്രമല്ല, ഇതുപോലെ മനസ്സുള്ളവര് അവിടം വരെയും ഒക്കെ എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞാൻ വേറൊരു കലഹത്തിനും കലാപത്തിനും ആഹ്വാനം ചെയ്തതായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട ഉണ്ണിത്താൻ സാറിന്റെ നന്മകൾ അത് നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിലും അർത്ഥപൂർണമായും മനസ്സിലാക്കുന്ന സാഹചര്യം കൂടിയാണിത്. ഈ നന്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ 24 മണിക്കൂർ നീണ്ട ഉപവാസ സമരത്തിന്റെ ഈ സമാപന സമ്മേളനം നിങ്ങളെല്ലാവരുടെയും അറിവോടെ അനുവാദത്തോടെ ഭാരതമാതാവിന്റെ വന്യ പാദങ്ങൾ നമിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.